ഇപ്പോൾ എവിടെ നോക്കിയാലും കടലാസ് പൂക്കളാണ്. ഒരു ചെടിയിൽ തന്നെ പല വർണ്ണങ്ങളിലുള്ള കടലാസ് പൂക്കൾ. നല്ല ആരോഗ്യമുള്ള ഒരു നാടൻ ചെടിയിൽ നമ്മളത് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ പല വർണ്ണങ്ങൾ കിട്ടുന്നത്. കമ്പ് മുറിച്ച് വെച്ചാൽ വേര് പിടിക്കാൻ വളരെ പ്രയാസമുള്ള വെറൈറ്റീസിന് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഇത്രയും വലിയ കമ്പുകൾ എങ്ങനെ അത് വേര് പിടിപ്പിച്ചെടുക്കുകയെന്ന്. പക്ഷേ അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത് ഈ നാടൻ ചെടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേര് പിടിക്കും. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന കമ്പ് രണ്ട് സൈഡ് നല്ല രീതിയിൽ ചെത്തിയെടുക്കണം. മുകൾ ഭാഗവും താഴ്ഭാഗവും ചതവുകളൊന്നും കാണാൻ പാടില്ല. എന്നിട്ട് നമ്മൾ കമ്പിൻ്റെ മുകൾ ഭാഗത്ത് സാഫും താഴെ നമ്മൾ ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ ഒരു പോളിത്തീൻ കവറിനകത്തോട്ട് ചകിരി കമ്പോസ്റ്റ് നിറച്ച് ആ കമ്പ് അതിലേക്ക് ഇറക്കി വെച്ച് നന്നായി അങ്ങ് കെട്ടി വയ്ക്കുക. നല്ല ടൈറ്റായിട്ടായിരിക്കണം കെട്ടി വെക്കേണ്ടത്, ലൂസായിട്ട് കിടക്കരുത്. എന്നിട്ട് നമ്മളതൊരു ചട്ടിയിലോട്ടോ എന്തിനേലും ഇറക്കി വെച്ചിട്ട് നമ്മളതൊരു നല്ല തണൽ കിട്ടുന്ന ഒരു ഷെയ്ഡിലിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു നമ്മളൊരു 28 ദിവസം വെയിറ്റ് ചെയ്യുക. ഒരു 20-25 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ വേര് വരാൻ തുടങ്ങും. എപ്പോഴും പറയുന്ന കൊണ്ട് തന്നെ ആദ്യ ഇലകളായിരിക്കും ഇതിന് വരുന്നത്. പക്ഷേ നല്ല രീതിയിൽ വേരുകൾ വന്നതിന് ശേഷം മാത്രമേ നമ്മളതെടുത്ത് മാറ്റാവുള്ളൂ. എന്നിട്ട് നമ്മളതൊരു ചട്ടിയിലേക്ക് നട്ടു വെക്കുക. എന്നിട്ട് പിന്നെ നമ്മളത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാം. ഈ ഗ്രാഫ്റ്റിങ്ങും വേര് പിടിപ്പിക്കലും ഒരുമിച്ച് ചെയ്യുന്നവരും ഉണ്ട്. നല്ല രീതിയിൽ അത് ചെയ്ത് എക്സ്പേർട്ടായവർ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാ കാര്യത്തിനും വേണ്ടത് ഒരു ക്ഷമയാണ് കേട്ടോ. നമ്മൾ വേര് വന്നോ ഇടയ്ക്ക് പോയി നോക്കേണ്ട കാര്യമില്ല. 10-30 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ചെടി നല്ല രീതിയിൽ അതിന് വേരും ഇലകളും എല്ലാം വന്നിട്ടുണ്ടാകും. ഇനി ഈ ചെടിയിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.